ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഞാനിങ്ങനെ ഈവനിങ്ങിൽ വീഡിയോ ഇടുന്നതല്ല. ഞാൻ എൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ ജോബ് വേക്കൻസി രാവിലെ 11 മണിക്കാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നത്. കുടുംബശ്രീയുടെ വേക്കൻസിയാണ്. ഈ ഒരു വേക്കൻസിയിൽ അവർ നേരത്തെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ തന്നായിരുന്നു. പക്ഷേ ജൂൺ 1 തീയതി വരെയായിരുന്നു. അപ്പോൾ ആ ജൂൺ 1 തീയതി എന്നുള്ളത് അവർ മാറ്റി. ഇന്നലെ 8 തീയതി അവരത് മാറ്റിയിട്ട് ജൂൺ 15 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത്. ഇതിനകത്ത് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ്, സൂപ്പർവൈസർ റിക്രൂട്ട്മെന്റ് ആണ്. എക്സ്റ്റെൻഡ് ചെയ്തു ജൂൺ 15 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനിൽ കൂടെ അല്ല, ഓഫ്ലൈൻ ഫോമാണ്. ഞാൻ ലിങ്ക് തരുന്നുണ്ട്. അത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ്റെ ആ ഫോം കിട്ടും. ആ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഫില്ലപ്പ് ചെയ്യുക. അത് 1.5 പേജേ ഉള്ളത്. അത് ഫില്ലപ്പ് ചെയ്യുക. അതായത് സിമ്പിളായിട്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തുള്ളത് നിങ്ങൾ അവിടെ കൊണ്ട്, ഇവരുടെ ഓഫീസ് തിരുവനന്തപുരത്താണ്, നിങ്ങളുടെ ജോബും തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ സ്പീഡ് പോസ്റ്റിലൂടെ അയക്കുക. എനിക്ക് തോന്നുന്ന സ്പീഡ് പോസ്റ്റ് കൂടി വന്നാൽ മാക്സിമം 3 ദിവസം കൊണ്ട് അവർക്ക് കിട്ടും. അപ്പം നിങ്ങൾ നാളെ തന്നെ, ഇന്നത്തെ ഇനി സമയമില്ല, അപ്പം നാളെ തന്നെ ഇത് ശരിയാക്കി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ലപ്പ് ചെയ്ത് നാളെ തന്നെ സ്പീഡ് പോസ്റ്റിലൂടെ അയക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റിൽ അയക്കുക, അവിടെ കിട്ടിക്കോളും. നമ്മൾ ഓർഡിനറി അയച്ചാലും സ്പീഡ് പോസ്റ്റ് അയച്ചാലും 1-2 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് കിട്ടിക്കോളും. അപ്പോൾ അവർ പറയുന്ന 15 തീയതി, ജൂൺ 15, ഈ മാസം 15 തീയതി 5 മണിക്ക് മുന്നേ അവരുടെ ഓഫീസിൽ കിട്ടണമെന്നാണ്. നിങ്ങൾക്ക് 12ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ മോഡാണ്. ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ തരുന്ന ലിങ്ക്, ഞാൻ ഒരു ലിങ്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് ഞാൻ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. വേക്കൻസി നോട്ടിഫിക്കേഷൻ ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ KVFPCL ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ടിൽ 15 ജൂൺ. അതായത് 15 ജൂൺ വരെ അവർ എക്സ്റ്റെൻഡ്. നിങ്ങൾക്ക് 15 തീയതി വരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് കുടുംബശ്രീയിൽ ശമ്പളം അല്പം കുറവാണ്. ഞാൻ പറയാം ശമ്പളം എത്രയുണ്ടെന്ന്. ഇപ്പോൾ കുടുംബശ്രീയിൽ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ പ്രഷറിന് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇപ്പം നിങ്ങൾ ഇത് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവർ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അതായത് ഈ വേക്കൻസി ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ അറിയിപ്പാണ്. KVFPCL കമ്പനിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നതിന് യോഗ്യരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഈ ശുഭാംശ ഡേറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. വിജ്ഞാപന പ്രകാരം അപേക്ഷ ലഭ്യമാക്കേണ്ട അവസാന തീയതി 2026 ജൂൺ 1 വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു. എന്നാൽ യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ലഭ്യമാകുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങളാണ് ലഭിച്ചത്. അതായത് അവർ കുറച്ച് ദിവസങ്ങളെ തന്നിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. ഇതിൽ വലിയ കാര്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഇനി ഇത് നോക്കി നിങ്ങൾ സമയം കളയണ്ട. നമുക്കിപ്പോൾ ഇവരുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഇത് ഇച്ചിരി വലുതാക്കി നിങ്ങളെ കാണിക്കാം. കുടുംബശ്രീ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. ഇത് നോട്ടിഫിക്കേഷൻ്റെ ഈ നമ്പർ വന്നിട്ടുണ്ട്. KVSCFL ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ ജൂൺ 1 ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് തസ്തിക ലിഫ്റ്റിംഗ് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ്. എത്ര ഒഴിവുകൾ എത്രയുണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ഇവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. +2കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉയർന്ന പ്രായപരിധി നിങ്ങൾക്ക് 30 വയസ്സുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/5/2026 1/5/2026 നിങ്ങൾക്ക് 30 വയസ്സിന് താഴെ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അനുസരിച്ച് ഈ ഒരു ഡേറ്റിൽ നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നിങ്ങളുടെ എത്ര വയസ്സ്, എന്തോ 30 വയസ്സ് കുറവാണോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പ്രതിമാസ ശമ്പളം 16,000 രൂപയായി. ഇത് കോൺട്രാക്ട് ബേസിക്കില്ല. 16,000 രൂപ കിട്ടും. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഇവരുടെ, അതായത് നിങ്ങൾ അയക്കേണ്ടത്. ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുവാനുള്ള ആ ഒരു ഫോം കിട്ടും, അപേക്ഷാ ഫോം കിട്ടും. ആ അപേക്ഷാ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ആദ്യം എടുക്കണം. എന്നിട്ട് അത് ഫില്ലപ്പ് ചെയ്തിട്ട് ഈ ഒരു വിലാസത്തിലാണ് അയക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അത് അയക്കേണ്ടത്. ഇവിടെ നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത്. വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ ഇത് ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്,
പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തുക. നിങ്ങൾ സെൽഫ് അസസ്റ്റ് ചെയ്യണം. നിങ്ങൾ അതിൻ്റെ ഫോട്ടോകോപ്പി എടുത്തിട്ട് അതിൽ നിങ്ങൾ സെൽഫ് സൈൻ ചെയ്യണം. നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് പകർപ്പുകൾ സഹിതം അപേക്ഷകൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മാതൃകയിൽ കുടുംബശ്രീ ജില്ലാ മിഷന് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജൂൺ 1 ഇവിടെ കാണിച്ചിരിക്കുന്ന ജൂൺ 15 വരെ. ഞാൻ അത് ആദ്യം ആ വെബ്സൈറ്റ് കാണിച്ച് നിങ്ങൾക്ക് ആ സർക്കുലർ കാണിച്ച് നിങ്ങൾക്ക് ജൂൺ 15 വരെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ ഇതിന്റെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വന്ന് ഇത് ഞാൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നിങ്ങളുടെ ഈ പേസ്റ്റ് റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. അതുകൂടാതെ ഫുൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, ഇവിടെ ഫുൾ പേര് എഴുതണം. പോസ്റ്റ് അപ്ലൈഡ് ഫോർ, നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈഡ് ചെയ്ത് അത് എഴുതണം. സൂപ്പർവൈസർ, ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ എന്ന് എഴുതണം. ഡിസ്ട്രിക്ട് അപ്ലൈഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തിരുവനന്തപുരം എഴുതുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക, ഡേ കൊടുക്കുക, മന്ത് കൊടുക്കുക, നിങ്ങളുടെ ഇയർ കൊടുക്കുക. ഇവിടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അതേഴ്സ് ആണോ എന്ന് നിങ്ങൾ എഴുതുക. നിങ്ങൾ മാരേജ് ആണെങ്കിൽ മാരീഡ് എന്ന് എഴുതുക, അതല്ലെങ്കിൽ ബാച്ചിലർ എന്ന് എഴുതുക, സിംഗിൾ എന്ന് എഴുതുക. ഫാദർ ഹസ്ബൻഡ് നെയിം കൊടുക്കണം. ഇപ്പൊ ഇവിടെ മെയിലിംഗ് അഡ്രസ്സിംഗ് ബ്ലോക്ക് ലെറ്റർ, നിങ്ങൾ ബ്ലോക്ക് ലെറ്ററിൽ നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് ഇവിടെ ചെയ്യണം. ഇവിടെ പിൻകോഡ് കൊടുക്കണം. നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. ടെലിഫോൺ നമ്പർ ഇല്ലെങ്കിൽ എന്നെ എഴുതിയാൽ മതി. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതൊന്നും വലിയ കാര്യമല്ല. ഇവിടെ ഇമെയിൽ ഐ ഡിയിൽ കാര്യമുണ്ട്. ഇവർ നിങ്ങളെ ഫോൺ വിളിക്കുകയോ SMS അയക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇമെയിലേ അയക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും വളരെ നല്ല ഇഷ്ടംപോലെ